വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കൗൺസിൽ യോഗവും സമര പ്രഖ്യാപന കൺവെൻഷനും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കൗൺസിൽ യോഗവും സമര പ്രഖ്യാപന കൺവെൻഷനും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ചെറുകിട കച്ചവടക്കാരായ 10,000-കണക്കിന് കച്ചവടക്കാരുടെ കച്ചവടമില്ലാതാക്കുകയും ഒരു ജില്ലയിലേക്ക് വന്നാൽ ആ ജില്ലയിൽ മാത്രമാണോ? ഇപ്പൊ കോട്ടയത്തിൽ ഞാൻ ഒരു മീറ്റിങ്ങിനോട് പോവുകയാണ്. 1 മണിക്കൂറാകുമ്പോൾ നോക്കാം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ലുലുമാളിൽ ഇറങ്ങിപ്പോകുന്നത്. അത് പത്തനംതിട്ട ജില്ലക്കാരോട് എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരൊക്കെ കൈ കാണിച്ചു. അത്തരം ആളുകൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ 3-4 ജില്ലകളെ ചുറ്റിപ്പറ്റി ആ സ്ഥലത്തേക്ക് പോകുന്നവര് ലുലുമാളിലേക്ക് പോയി വേണ്ടതും വേണ്ടാത്തതുമായി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അയാൾക്ക് 10,000-കണക്കിന് കോടികൾ ലാഭമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ കച്ചവടമാണ് നഷ്ടപ്പെടുന്നത്. എത്രയോ തൊഴിലാളികളുടെ കച്ചവടം തൊഴിലാളി നഷ്ടപ്പെടുന്നത്. അപ്പൊ അവർക്ക് എല്ലാം സേഫ് ആകുന്ന തരത്തിൽ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ, കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക, ഓൺലൈനിൽ എല്ലാ സഹായവും ചെയ്യുക, വേണ്ടി വന്നാൽ കോടാനുകോടികൾ ലോൺ കൊടുത്തിട്ട് അവരെ രക്ഷപ്പെടുത്തുക, എഴുതി കളയുക. നമ്മുടെ 10,000 കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ചെത്തി. അപ്പൊ ഇത്തരം നയങ്ങൾ 1991 മുതൽ മൻമോഹൻ സിംഗ് നരസിംഹറാവു ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തുടങ്ങി വെച്ചത് വളരെ ശക്തമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്ന പരിണതഫലം എന്താണ്? 2020 മാത്രം രാജ്യത്ത് NCRB റിപ്പോർട്ട് അനുസരിച്ച് ആത്മഹത്യ ചെയ്ത വ്യാപാരികളുടെ എണ്ണം 11,716. അത് തൊട്ടടുത്ത വർഷം വന്നപ്പോൾ 19,700. 67% വർധനവ് 2024 വരാനിരിക്കുന്നതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ വ്യാപാരം കുറഞ്ഞ നമ്മുടെ ഈ നയം കാരണം കോർപ്പറേറ്റുകളുടെ ഓൺലൈന് ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിനെ കണ്ടു തുറപ്പിക്കുവാനുള്ള സമരമാണ് നമ്മൾ ഈ 18-ാം തീയതി നടത്തുന്ന പാർലമെന്റ് മാർച്ച്. ജില്ലാ പ്രസിഡന്റ് AJ ഷാജഹാൻ അധ്യക്ഷനായി. നമ്മളെല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് ആളുകൾ നമ്മൾ രാജ്ഭവനിലേക്ക് മാർച്ചാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നടത്താൻ കഴിയാത്ത അത്ര ജനബാഹുല്യത്തോടുകൂടിയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ നിന്ന് അവിടെയുള്ള ഈ അധികാരികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെയും അടക്കമുള്ള അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയും ഇത്രയും ആളുകൾ പ്രതിഷേധ സൂചകമായി ഈ GST പ്രശ്നത്തിൽ ഇടപെടുന്നതെന്ന് കണ്ടുകൊണ്ടാണ് GST കൗൺസിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക നിർദ്ദേശപ്രകാരം 18% GST വാടകയ്ക്ക് മേലുള്ള GST പുതുതായി തീരുമാനിച്ചത് പിൻവലിക്കുകയാണ്. 18-ന് ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് പത്തനംതിട്ട ജില്ല ആസ്ഥാനമാക്കി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി KU മാത്യു സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനേഷ് ചന്ദ്രൻ, കൂടൽ ശ്രീകുമാർ, A നൌഷാദ് റാവുത്തർ, വിനോദ് സെബാസ്റ്റ്യൻ, R അജയകുമാർ, പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പതാക ഉയർത്തിയതോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. CDNet ന്യൂസ്, ചാരിമൂട്.